മാറ്റിൻ്റെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ സച്ചിദാനന്ദ സാറാണെങ്കിൽ ഇടപെട്ട് നമ്മളെ വേണുവിനെ പുറത്തിറക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മളെ നന്ദു ആണെങ്കിൽ അയാൾക്ക് താക്കീതൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയും അടങ്ങി ഒതുങ്ങി ജീവിച്ചില്ലെങ്കിൽ ഇനിയും പൊക്കിയെടുത്ത് ജയിലിനകത്ത് കൊണ്ടിടുമെന്നൊക്കെ പറഞ്ഞ് നല്ല താക്കീതൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മളെ വേണു സച്ചിദാനന്ദൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇവളെന്നെ കള്ളക്കേസിൽ കുടുക്കിയതാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മളെ നന്ദു പറയുന്നുണ്ട് പിന്നെ കള്ളക്കേസിൽ കൊടുക്കാൻ നല്ല ഒരാളല്ലേ എന്നൊക്കെ ഇങ്ങനെ നമ്മളെ നന്ദു പറയുന്നുണ്ട് തന്നെ കള്ളക്കേസിൽ കുടുക്കിയതൊന്നും അല്ല, തൻ്റെ പേരിലുള്ള എല്ലാ കേസുകളിലും തെളിവോട് കൂടി തന്നെയാണ് തന്നെ ഇവിടെ ഞാൻ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് തനിക്ക് ഒരാൾ ശിക്ഷ തന്നെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ നന്ദ ഇവിടെ നിന്ന് പോകുന്ന സമയത്താണെങ്കിൽ നമ്മളെ വേണുവാണെങ്കിൽ ഇങ്ങനെ നമ്മളെ CI സാറിനടുത്ത് പറയുന്നുണ്ട് അവർ മനഃപൂർവ്വം എന്നെ ഈ കേസിനകത്ത് കുടുക്കിയതാണെങ്കിൽ അവരെ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് എന്തായാലും താനുള്ള ഒരു ധൈര്യം എനിക്കുണ്ടായിരുന്നു, എന്തായാലും സാറെന്നെ ഇവിടെ നിന്ന് പുറത്താക്കിയതിനൊക്കെ ഒരുപാട് നന്ദിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ നമ്മൾ CI സാറിൻ്റെ അടുത്ത് നമ്മളെ വേണു പറയുന്നുണ്ട്. നമ്മൾ CI സാർ ചോദിക്കുന്നുണ്ട് എന്തായി തൻ്റെ മോളെയും അനിയുടെയും തമ്മിലുള്ള ഡിവോഴ്സൊക്കെ എന്തായെന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ വേണു പറയുന്നുണ്ട് ഒന്നും ആയിട്ടില്ല സാറേ, എൻ്റെ കേസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ CI സാർ പറയുന്നുണ്ട് എന്തായാലും ഇപ്പം അതിൻ്റെ കാര്യങ്ങളൊന്നും ഇതാക്കണ്ട, അതെന്തായാലും കേസ് മുമ്പോട്ട് പൊയ്ക്കോട്ടെ, എങ്കിലേ തനിക്കൊക്കെ അതുകൊണ്ടൊരു പ്രയോജനമുള്ളതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ CI സാറിൻ്റെ മനസ്സിലെ ഉദ്ദേശവും വേറെയാണല്ലോ. അങ്ങനെ സാറാണെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും അതിൻ്റെ നന്ദു അതിനകത്ത് കുറ്റക്കാരിയല്ല, പിന്നെ അനിയാണല്ലോ ഇങ്ങോട്ട് വന്ന് നന്ദുവിനെ ശല്യം ചെയ്യുന്നതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. സാറ് പറയുന്നുണ്ട് അവനൊരു നാണോ മനോ ഇല്ലാതെ ഇങ്ങനെ വന്ന് അവളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അവനൊരു നട്ടലില്ലാത്തവനാന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മളെ വേണ പറയുന്നുണ്ടോ അവൻ്റെ നട്ടലൊക്കെ പോയി, ഇനി സാറിൻ്റെ നട്ടലിൽ പോവാതെയൊക്കെ സൂക്ഷിച്ചോ, ഈ പെണ്ണിനെയാണ് കല്യാണം കഴിക്കുന്നതെങ്കിൽ സാറിൻ്റെ നട്ടലിൽ പോയിട്ട് ഒരു എട്ടല് പോലും ബാക്കി കാണത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ കേൾക്കുമ്പോഴാണെങ്കിൽ നമ്മളെ സച്ചിദാനന്ദൻ സാറാണെങ്കിൽ നല്ല ചിരിയും വരുന്നുണ്ട്. നമ്മൾ വേണുവിനാണെങ്കിൽ കുറച്ച് ബുദ്ധിയൊക്കെ ആണെങ്കിൽ നമ്മളെ CI സാർ ഉപദേശിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് എന്തായാലും വിവാഹബന്ധം കുറച്ചും കൂടെ നീട്ടിക്കൊണ്ട് പോകണമെങ്കിൽ നമ്മൾ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അവനിക്കുള്ള എതിരെയുള്ള തെളിവാണെങ്കിൽ CCTVയിലാണെങ്കിൽ നന്ദുവായിട്ടൊക്കെ നടക്കുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവനിക്ക് തെളിവായിട്ടൊക്കെ നമുക്ക് എടുക്കാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം വിവാഹം കഴിച്ച ഒരുത്തനാണെങ്കിൽ വിവാഹം കഴിക്കാത്തൊരു പെണ്ണിൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുന്നതും നിങ്ങളെ മോക്കാണെങ്കിൽ ഇങ്ങനെ ദ്രോഹം ചെയ്യുന്നതും ഒക്കെ അതെല്ലാം നമുക്ക് തെളിവായിട്ട് അവൻ്റെ പേർക്ക് നമുക്ക് കേസ് ചാർജ് ചെയ്യാം. അപ്പം പുറത്തിറങ്ങാത്ത രീതിയിൽ നമുക്ക് കേസൊക്കെ ചാർജ് ചെയ്യണം, അതെല്ലാം നമുക്ക് ഇനി ഒരുമിച്ച് നിന്ന് നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിങ്ങനെ നല്ല ബുദ്ധിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ വേണുവിനാണെങ്കിൽ. നമ്മളെ CI സാർ പറയുന്നുണ്ട് എങ്കിലേ എൻ്റെ കല്യാണവും നല്ല രീതിയിലൊക്കെ നടക്കത്തുള്ളൂ, അപ്പോൾ അവൻ പുറത്തുണ്ടെങ്കിൽ എൻ്റെ കല്യാണവും നല്ല രീതിയിലൊന്നും നടക്കത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൻ ഒരിക്കലും പുറത്തിറങ്ങാത്ത രീതിയിൽ നമുക്ക് ഒരുമിച്ച് നിന്ന് അവനെ അകത്താക്കണം, ഞാനും താനും മാത്രം അറിഞ്ഞാൽ മതി, പുറത്ത് വേറൊരാൾ അറിയേണ്ട കാര്യമില്ല, നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി എന്നൊക്കെ നല്ല രീതിയിലൊക്കെ ഉപദേശമൊക്കെ കൊടുക്കുകയാണ് കേട്ടോ നമ്മളെ വേണുവിന്. അങ്ങനെ അവർ പ്ലാനിങ് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അതിന് ശേഷമാണെങ്കിൽ നമ്മളെ മുത്തശ്ശനും മുത്തശ്ശിയാണെങ്കിൽ അനിയുടെ സങ്കടമൊക്കെ കണ്ടിട്ടാണെങ്കിൽ നമ്മൾ അനിക്ക് വേണ്ടി നന്ദുവിനെ കല്യാണം ആലോചിക്കാൻ വേണ്ടി ഗോവിന്ദൻ്റെ അടുത്തും കരൻ്റെ അടുത്തൊക്കെ പോവുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം നമ്മളെ മുത്തശ്ശനും മുത്തശ്ശിയാണെങ്കിൽ അനിയെടുത്ത് പറയുമ്പം എനിക്ക് നല്ല സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അനിയാണെങ്കിൽ അവരെ നല്ല സന്തോഷത്തോടെയൊക്കെ യാത്ര അയക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷമാണെങ്കിൽ നമ്മൾ നന്ദുവിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് നിൻ്റെ അച്ഛനും അമ്മയാണല്ലോ നമ്മളെ കല്യാണത്തിന് ഇപ്പം എതിരായിട്ട് നിൽക്കുന്നത്, അപ്പോൾ അതിന് ഒരു പരിഹാരമായിട്ട് ഇവിടുന്ന് മുത്തശ്ശനും മുത്തശ്ശിയും നിന്നെ പെണ്ണ് ചോദിച്ചിട്ടൊക്കെ നിൻ്റെ വീട്ടിലോട്ടൊക്കെ പോയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ നന്ദുവിനാണെങ്കിൽ ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.